ഹായ് ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങല്ലോ നമുക്ക് അല്ലേ. അപ്പം ഇന്ന് രാവിലെ തന്നെ ചായയൊക്കെ കൊടുത്ത് മക്കൾ മദ്രസിലോട്ട് വിട്ടു. പിന്നെ ഇന്ന് ഉപ്പുമാവാണ്. അപ്പം ഉപ്പുമാവിന് സൈഡായിട്ട് ചിക്കൻ പൊരിച്ചതുണ്ട്. അപ്പോൾ അത് രാവിലെ തന്നെ പുറത്ത് വെച്ചാൽ ഐസൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്ക് മസാല തേക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ തേച്ച് വെച്ചു. അങ്ങനെ റവ വറുക്കുകയാണ്. റവ വറുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഉപ്പുമാവ് വെക്കൽ. ചിലർ വറുക്കാതെ വെക്കലും ഉണ്ട്. പക്ഷേ ഞാൻ വറുത്തിട്ടാണ് വെക്കുക, എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ റവ വറുത്തതിന് ശേഷം അത് വേറൊരു പാത്രത്തോട്ട് മാറ്റി, എന്നിട്ട് ആ പാത്രത്തിൽ എന്താ പറയുക, ആ പാനിൽ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ക്യാരറ്റും ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ കടിക്കില്ല, മക്കൾക്കൊന്നും ഇഷ്ടമല്ല ഇഞ്ചി. അപ്പോൾ ചോപ്പ് ചെയ്താൽ പിന്നെ അത് അങ്ങനെ കടിക്കില്ല. അത് അതിനോട് തന്നെ അതിൽ കഴിച്ച് പോകും. ഒന്നും ഒഴിവാക്കാണ്ടാവില്ല. പിന്നെ കറിവേപ്പിൻ്റെലും പച്ചമുളകും മാത്രമേ ഒഴിവാക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ ക്യാരറ്റും കറിവേപ്പിൻ്റെ പച്ചമുളക് അതുപോലെ തന്നെ വലിയുള്ളി ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ റവ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി ആ ഗ്യാസ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് തിളക്കാൻ നിൽക്കണ്ട. റവ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഇത്തിരി നെയ്യ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ചൂടാറിയതിന് ശേഷം എന്താ പറയുക, ചൂടല്ല, ജസ്റ്റ് ഒന്ന് ആ നെയ്യൊക്കെ ഉരുകി സെറ്റായതിന് ശേഷം നമുക്ക് ഇളക്കി മറിച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉഴുത് മറിച്ച് കൊടുത്ത് ഒന്നറിയാം വേറിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ നെയ്യിൻ്റെ ഞാനിവിടെ ഡാൽഡ ആട്ടോ ഒഴിച്ചത്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതിങ്ങനെ തുറന്ന് ആ ഉപ്പുമാവ് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. കറീൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ എന്നാലും ഇവിടെ കറിയോ അല്ലെങ്കിൽ സൈഡായിട്ട് ഇതുപോലെ ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ മുട്ട അരങ്ങി പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്ന് ചിക്കൻ തന്നെ പൊരിച്ചത്. അങ്ങനെ അതൊക്കെ കുടിച്ച് എന്താ പറയുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ. പിന്നെ മക്കൾ വന്ന് മദ്രസയൊക്കെ വിട്ട് വന്നതിന് ശേഷം അവർക്ക് ചായ കൊടുത്ത് അവരെല്ലാവരും ചായ കുടിച്ച് അങ്ങനെ കുട്ടികളിതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാക്കി കൊടുക്കലാണ് ഇപ്പോൾ. കാക്ക വന്നതിന് ശേഷം പിന്നെ കാക്ക തന്നെ കേട്ടോ ആക്കി കൊടുക്കൽ. അങ്ങനെ ഞാൻ മക്കൾ പോയതിന് ശേഷം കേട്ടോ ജിമ്മിന് പോകല്. അപ്പോൾ കിച്ചണിലുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്ത് വന്നിട്ട് തിളപ്പിക്കാനുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ച് ഗ്യാസ് അടുപ്പും അതിൻ്റെതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ പോയത്. അങ്ങനെ തിരിച്ച് വന്നിട്ട് റോബസ്റ്റ് പഴം കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെമ്മീനുണ്ട്, എടുത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഒക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മുറിച്ചിട്ട് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കണം നട്ടു ഉച്ചയ്ക്ക് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിപാടി തുടങ്ങണം. അപ്പോൾ അത് മോനൊക്കെ സ്കൂളിൽ വന്നിക്കണേ. എന്തായാലും തിളപ്പിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ചെമ്മീനൊക്കെ മുറിച്ച് നന്നാക്കിയതാ ബിരിയാണിക്കുള്ള സെറ്റൊക്കെ ആക്കിയിട്ടോ. എന്തായാലും ഇപ്രാവശ്യം ബിരിയാണി ഞാൻ ഒരുപാട് തവണ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്രാവശ്യം ഞാൻ ബിരിയാണി വെച്ചാൽ നല്ല നന്നായിരിക്കുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റിന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റെസിപ്പി ഞാൻ ഇടാം, വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്നും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തിങ്കളാഴ്ച ദിവസം കേട്ടോ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ എത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.